ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേബേജ് മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം 1 കപ്പ് ക്യാബേജ് എടുക്കുക, നന്നായി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞ ക്യാബേജ്. അതേപോലെ 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും കൂടെ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ എടുക്കുക. അവയെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫുള്ളൊന്ന് പിടിച്ച് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് മൈദ എടുക്കുക. എന്നിട്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് നന്നായിട്ടൊന്ന് ബോണ്ടായി വരുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം എടുക്കുക. അത് ഫുള്ളൊന്ന് മിക്സായിട്ടൊരു ബോൾ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം കൂടി പോകാതെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഫുള്ള് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അഥവാ വെള്ളം കൂടി പോവുകയാണെങ്കിൽ കുറച്ച് മൈദയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. എന്നിട്ടൊരു വലിയ ബോളാക്കി ഒന്ന് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു വലിയ ബോളാക്കി വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്നും നമ്മുടെ സൈസിൻ്റെ ആവശ്യത്തിന് നമ്മളിപ്പോൾ മീഡിയമായിട്ടുള്ളൊരു ബോൾസാണ് ഉണ്ടാക്കുന്നത്. അതല്ല ചെറിയ ബോൾസ് മതിയെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതേസമയം തന്നെ ഒരു ഓയിൽ പാനിൽ നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ മതിയാകും. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ആദ്യം ബോൾ എടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ച് നല്ല ബോൾ ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം വേവിക്കേണ്ടതായിട്ടുണ്ട്. അകമൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വേവിക്കണം. ഇപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും ചെറുതായിട്ട് അരിഞ്ഞ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വശക്കി കൊടുക്കുക. പിന്നെ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് നമ്മളിപ്പോൾ 1/4 കപ്പ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാള മതിയാകും. അതിന് നമ്മൾ സ്ക്വയറായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതിടുക. അതിലേക്ക് 1 ടീസ്പൂൺ സ്പ്രിംഗ് ഒനിയന്, അതേപോലെ ആവശ്യത്തിന് മുളക്, അതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അതിടുക. എന്നിട്ടെല്ലാം ഒന്ന് വശക്കി കൊടുക്കുക. അതിന് ശേഷം 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇവയെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഫുള്ള് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ എടുക്കുക. അതിൽ ഇട്ട് നന്നായി ഒന്ന് വശക്കി കൊടുക്കുക. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം, ഈ കറിയുടെ തിക്നെസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അത് ആ മിക്സർ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി മിക്സറിലേക്ക് ഇടാം. എന്നിട്ട് കുറച്ച് നേരം വേവിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ തിക്നെസ് നല്ല കട്ടിയായിട്ട് വന്നു തുടങ്ങും. അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന ക്യാബേജ് ബോണ്ട ഇടുക. എന്നിട്ട് ഫുള്ളും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തീയിലിട്ട് ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടെ എടുക്കുക. നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. Thank you for watching and please do subscribe to our channel. Thank you guys. Thank you.